ഹലോ നമസ്കാരം, എല്ലാവർക്കും ചേസ് യുവർ ഡ്രീമിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ചധികം നാളായി കണ്ടിട്ട്. അപ്പോൾ ഞാൻ എന്താ പറയാ, എന്നെ അറിയാവുന്നവർക്കറിയാം, നമ്മുടെ ലൈവ് ക്ലാസ് കാണുന്നവർക്കറിയാം, കുറച്ചായിട്ട് ഞാൻ എൻ്റെ ഫാമിലി മൊത്തത്തിൽ ഞങ്ങൾ അസുഖമായി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. ആദ്യമേ പലതവണ ക്ഷമ ചോദിച്ചു. കുഞ്ഞുങ്ങളല്ലേ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി അധികം വൈകിക്കാതെ ഞാനത് തീർക്കാം. നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റാൻഡേർഡ്, അതായത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്കത് അടുത്ത് തന്നെ തുടങ്ങാം. അപ്പൊ എന്തായാലും 11ാമത്തെ ചാപ്റ്റർ ആണ്. 7ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ വിവേചനത്തിനെതിരെ. നമുക്ക് PYQയും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആരും വിഷമിക്കേണ്ട, നമ്മളെല്ലാം തീർച്ചയായും പോകൂ. ഈ 10ന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് 9, 8, 9, 10 സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ട്രസ്റ്റ് മീ. ഓക്കെ, ഇനി ഒരു ഡിലേ വരാത്ത രീതിയിൽ ക്ലാസ് എടുത്ത് പോകാം. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്റർ 11 വിവേചനത്തിനെതിരെ. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ നെൽസൺ മണ്ടേല, ആദ്യത്തെ ഫോട്ടോ തന്നെ ആരുടേതാണ്? നമ്മുടെ നെൽസൺ മണ്ടേലയുടേതാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി നമുക്ക് കുറച്ച് പഠിക്കാറുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗാന്ധിജിയെ പറ്റി പഠിക്കാറുണ്ട്. കൂടുതലും ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ആ ഒരു അപ്പാർത്തൈഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പറയുന്നത്. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിന്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എന്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല. എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നതിടത്തേക്ക് നിർബന്ധപൂർവം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം, നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭിക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഇപ്പോൾ നെൽസൺ മണ്ടേല പറയാണ്, ഇത്രയും വിവേചനങ്ങളുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭിക്കുന്നത് എന്ന് നെൽസൺ മണ്ടേല ചോദിക്കുകയാണ്. നെൽസൺ മണ്ടേലയുടെ പ്രിറ്റോറിയ വിചാരണ, 1962 പ്രിറ്റോറിയ വിചാരണയിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം കൊണ്ടുവന്നത്? ആരാണ്? ബ്രിട്ടൻ തന്നെയാണ്. കൂടുതലായിട്ടും ബ്രിട്ടൻ തന്നെയാണ് അമേരിക്കയിലല്ല, ആഫ്രിക്കയിലും ദക്ഷിണാഫ്രിക്കയിലും വർണ്ണവിവേചനം നടപ്പിലാക്കിയത്. ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? വർണ്ണത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിന്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്കൻ ജനത നേരിട്ട വിവേചനത്തെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രാജ്യത്തിന്റെ പ്രത്യേകതകൾ നാം അറിയേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒത്തിരി വർഷം, അതായത് 1990കളിൽ വരെയും ഒരു അടിച്ചമർത്തൽ നേരിട്ട ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദക്ഷിണാഫ്രിക്കയെ യൂറോപ്പുകാര് കൂടുതൽ കേന്ദ്രീകരിച്ചത്? എന്തുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ അവർ കൂടുതലായിട്ട് അവരുടെ അടിമക്കച്ചവടങ്ങളും അവിടെ തന്നെ അവർ തമ്പടിക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് അറിയണമെങ്കിൽ നമ്മൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതകൾ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ നമ്മൾ അറിയണം. കാരണം നമുക്കറിയാം, അവർ ഇന്ത്യയിലേക്ക് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോട്ടൊക്കെ അവർ വന്നത് എന്തിനാണ്? അവർക്ക് വേണ്ട സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? എസ്പെഷ്യലി കേരളത്തിലാണെങ്കിൽ കുരുമുളകിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നത്. അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായിട്ടാണ് അവര് ഇന്ത്യയെ കണ്ടിരുന്നത്, അല്ലെ? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കണ്ടത് അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊരു വിപണിയായിട്ട്, ഒരു കമ്പോളമായിട്ടാണ് ഇന്ത്യയെ കണ്ടത്. അതുപോലെ എന്ത് പ്രത്യേകതയാണ് ദക്ഷിണാഫ്രിക്കയിലുള്ളത്? നോക്ക്, ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഓർക്കുക, എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി, ഇത് അന്റാർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്.
വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും, ഉയർന്ന പർവ്വതനിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. എന്തൊക്കെയാണ്? വിശാലമായ തീരപ്രദേശങ്ങൾ. ഇത് നോക്ക്, ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും അതിർത്തിയായിട്ടാണ് നമ്മുടെ ഒരു ദക്ഷിണാഫ്രിക്ക കാണപ്പെടുന്നത്. ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. അപ്പൊ അവിടെ വിശാലമായ സമുദ്രതീരമുണ്ട്. എന്തിന്? നമ്മുടെ ദക്ഷിണാഫ്രിക്കയ്ക്ക്. പിന്നെന്തുണ്ട്? വിസ്തൃതമായ സമതലങ്ങളുണ്ട്. നമുക്ക് സമതലം ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഉത്തര മഹാസമതലമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്, ഇന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഉത്തര മഹാസമതലമാണ്. അതുപോലെ ദക്ഷിണാഫ്രിക്കയിലും വിസ്തൃതമായ സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്, ഉയർന്ന പർവ്വത നിരകളുണ്ട്, വൻ നദികളുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്, വരണ്ട മരുപ്രദേശങ്ങൾ. ഇതെല്ലാം ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. അവിടെ എല്ലാം ഉണ്ട് എന്നതാണ്. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. എന്തൊക്കെയാണ്? ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, പ്രധാനമായിട്ടും ഖനികൾ, ഏറ്റവും കൂടുതൽ വജ്രഖനികളൊക്കെ കണ്ടിരുന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. പിന്നെ അവിടുത്തെ കാലാവസ്ഥ, പിന്നെന്താണ്? മനുഷ്യ സമ്പത്ത്. ആഫ്രിക്കക്കാരെ കണ്ടിട്ടില്ലേ? നല്ല ആരോഗ്യവും നല്ല ഉയരവും ഒക്കെയുള്ള മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യ സമ്പത്ത്, അത്തരത്തിലുള്ള ഒത്തിരി ആളുകൾ അവിടെ ഉണ്ട്. ഗ്ലോബ്, അറ്റ്ലസ് എന്നിവ നിരീക്ഷിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ കണ്ടെത്തുക. ഏതെല്ലാം അക്ഷാംശ രേഖാംശങ്ങൾക്കിടയിലാണ് ദക്ഷിണാഫ്രിക്ക? ഇതൊന്നും നമുക്ക് വേണ്ട. ഇത് അവർക്ക് ഈ നമ്മുടെ ഗ്ലോബ് നോക്കിയിട്ട് സ്ഥാനം കണ്ടെത്തി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ദക്ഷിണാഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമുള്ളതല്ല ഇതൊന്നും. അടുത്തത് ശുഭപ്രതീക്ഷ മുനമ്പ്. നമ്മുടെ ബസ്തലോമിയോ ഡയസ് ആണ് ആദ്യമായിട്ട് ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി വരുന്ന വ്യക്തി. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. അപ്പൊ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യന്മാർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ വൻകരയിലുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടം ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? ബർത്തലോമിയോ ഡയസ് ആണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നു. സാൻ ഖോസ തുടങ്ങിയ ജനവിഭാഗമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. ഏതൊക്കെയാണ്? സാൻ ഖോസ. അപ്പൊ 10th ലെവലൊക്കെ നോക്കുന്നവര് ഇത് ക്ലിയർ ആയിട്ട് പോവുക. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികളാണ് സാൻ ഖോസ. ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്രവിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത്. അപ്പോൾ ആഫ്രിക്കയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്രവിഭാഗക്കാരാണ് ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ കുടിയേറ്റം നടത്തിയത്. അപ്പൊ ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ കുടിയേറ്റം നടത്തിയത് ആഫ്രിക്കയുടെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്രവിഭാഗക്കാരായിരുന്നു. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടർന്നു. 17ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമാവുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. അപ്പോ എത്രയാണ്? 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. പിന്നെ എത്രാം നൂറ്റാണ്ടിൽ? 17ാം നൂറ്റാണ്ടോടുകൂടി ഡച്ചുകാര് ദക്ഷിണാഫ്രിക്കയിൽ സ്വാധീനം ശക്തമാക്കുന്നു. കൂടാതെ അവർ കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറ്റുകയും ചെയ്തു. 18ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നത് എത്രാം നൂറ്റാണ്ടിലാണ്? 18ാം നൂറ്റാണ്ടിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ്? ഒന്നെന്താണ്? വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശം സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക,
മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം. അപ്പൊ ആഫ്രിക്കയും കൂടി കൈയടക്കുന്നതിലൂടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ അവർക്ക് അധികാരമുണ്ടാകുന്നു. ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക. അപ്പോ ആഫ്രിക്ക ചുറ്റിയേ ഏഷ്യയിലോട്ട് വരാൻ പറ്റൂന്ന് നമ്മൾ പറഞ്ഞു. ആഫ്രിക്ക ഇങ്ങനെ എങ്ങനെയാണ് യൂറോപ്പിൽ നിന്ന് എങ്ങനെയാ വരുന്നത്? യൂറോപ്പിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രം മതി ഇതേ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറിയാണ് അവർ ഇന്ത്യയിലേക്കും മറ്റ് ഏഷ്യൻ വൻകരകളിലേക്കും പോയിക്കൊണ്ടിരുന്നത് അല്ലെ. അതായത് യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ അവർ ഇത്രയും ചുറ്റിയാണ് അവർ എന്ത് ചെയ്തിരുന്നത്? ഏഷ്യയിലേക്ക് വന്നിരുന്നത്. നമ്മുടെ ഇസ്താംബൂൾ അടച്ചതോടുകൂടി അവർക്ക് എന്ത് ചെയ്യുന്നില്ല? ഇവിടുത്തെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഏഷ്യയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചുറ്റി വന്നേ പറ്റൂ, ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇടത്താവളമാക്കാൻ അവർ ദക്ഷിണാഫ്രിക്കയെ ഉപയോഗിച്ചു. ദക്ഷിണാഫ്രിക്ക അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഏഷ്യയിലേക്കുള്ള യാത്രാമധ്യേ അവരുടെ ഒരു ഇടത്താവളമാക്കാൻ ദക്ഷിണാഫ്രിക്കയെ ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതൊക്കെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാനുള്ള കാരണം. അപ്പൊ ഇനി എന്താണ് കോളനിവൽക്കരണം? ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിക്കുന്നു. ആ പ്രദേശത്തിന്റെ മേലും അവിടുത്തെ ജനങ്ങളുടെ മേലും അധികാരം സ്ഥാപിക്കുന്നു. കൂടാതെ അവിടുത്തെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അവരുടെ സംസ്കാരം പറ്റില്ല, അവര് രണ്ടു കാലിൽ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ രണ്ടു കാലിൽ നടക്കരുത്, ഒറ്റക്കാലിൽ നടക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള പരിഷ്കാരങ്ങൾ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളനിവൽക്കരണം എന്ന് പറയുന്നത്, കൊളോണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഗ്രേറ്റ് ട്രക്കും ബൂവറുകൾ, നമുക്ക് ആദ്യം ബൂവറുകൾ എന്താണെന്ന് നോക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഗ്രേറ്റ് ട്രക്ക് വരുന്നുള്ളൂ. അപ്പൊ ബൂവറുകൾ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ബൂവറുകൾ കാണപ്പെടുന്നത് ഏത് രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്കയിലാണ് ബൂവറുകൾ കാണപ്പെടുന്നത്. യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ്, നമ്മൾ ആദ്യം പറഞ്ഞു ഡച്ചുകാര് 17-ാം നൂറ്റാണ്ടോടുകൂടി ഇവിടെ കേപ്പ് ടൗൺ പിടിച്ചടക്കി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് അല്ലെങ്കിൽ ഡച്ചുകാര്, പിന്നെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. അപ്പോൾ ഈ ഡച്ചുകാരുടെയും ഫ്രാൻസുകാരുടെയും ജർമ്മൻകാരുടെയും ഒക്കെ പിന്മുറക്കാരാണ് ആരെന്ന് പറയുന്നത്? ബൂവറുകൾ. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം. അപ്പൊ ബൂവർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൃഷിക്കാരൻ എന്നാണ്. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. അപ്പൊ ആഫ്രിക്കാനർ എന്നും ഭാഷയും സംസ്കാരം ആഫ്രിക്കാൻസും എന്നറിയപ്പെടുന്ന വംശമാണ് ആര്? ബൂവറുകൾ. അപ്പൊ ആരാണ് ബൂവറുകൾ? നെതർലൻഡ്സുകാർ. അപ്പൊ യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ്സുകാർ അല്ലെങ്കിൽ ഡച്ചുകാരും ഫ്രാൻസുകാരും ജർമ്മൻകാരും ഉണ്ട്. അവരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡച്ചുകാർ ആണ് കേപ്പ് ടൗൺ കീഴടക്കിയിരുന്നത്. അപ്പൊ ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി ആര് കൈവശപ്പെടുത്തുന്നു? ബ്രിട്ടൻ കൈവശപ്പെടുത്തുന്നു. കൂടാതെ അവിടെ അവർ ചില നയങ്ങൾ നടപ്പിലാക്കി. ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. പ്രധാനമായിട്ടും എന്താണ്? ഡച്ച് ഭാഷയ്ക്ക് ഇതേ കണ്ടോ, ആദ്യം വന്ന് അവരുടെ ഭാഷ തന്നെ നിർത്തി. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി ഇംഗ്ലീഷ്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടൻ അവരുടെ കോളനികളിൽ അടിമത്തം അങ്ങ് നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അപ്പൊ ബൂവറുകൾ അടിമകളെ ഉപയോഗിച്ചാണ് അവിടുത്തെ കൃഷി നടത്തിയിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബൂവർ എന്ന ഡച്ച് വാക്കിനർത്ഥം എന്താണ്?
കൃഷിപ്പണിക്കാരൻ എന്നാണ് ബൂവറിന്റെ അർത്ഥം. അപ്പൊ അവര് കൃഷിക്കാരാണ്. അപ്പോൾ അടിമകളെ പ്രയോജനപ്പെടുത്തിയാണ് ബൂവറുകൾ കൃഷിപ്പണി നടത്തിയിരുന്നത്. അപ്പൊ അവരെ ഇത് അടിമത്തം നിരോധിച്ചത് പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടൻ നല്ലവനായതാണോ അടിമത്തം നിരോധിച്ചത്? അല്ല, ഈ ബൂവറുകളെ കുറച്ച് പ്രതിസന്ധിയിലാക്കുക, അതായിരുന്നു ബ്രിട്ടന്റെ ലക്ഷ്യം. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഗ്രേറ്റ് ട്രെക്ക്? ഇതേ കണ്ടോ, ഈ പലായനമാണ് ഗ്രേറ്റ് ട്രെക്ക്. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് എന്താണ്? ഒന്ന് ഭാഷ എന്തുമാത്രമാക്കി? ഇംഗ്ലീഷ് മാത്രമാക്കി. പിന്നെന്താണ്? അടിമത്തം നിരോധിച്ചു. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ കേപ്പ് കോളനിയിലെ ആളുകൾ എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയുടെ ഉൾഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു. പ്രധാനമായിട്ടും നമ്മുടെ ഈ ബൂവറുകൾ പലായനം ചെയ്തു. ഇതിനെയാണ് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. ഗ്രേറ്റ് ട്രെക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. എന്താണ്? എവിടെയൊക്കെയാണ് ബൂവറുകൾ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത്? ട്രാൻസ്വാളില്, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റില്, പിന്നെ എവിടെയാണ്? നേറ്റാൾ എന്നിവിടങ്ങളിൽ ബൂവറുകൾ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നമുക്ക് ബൂവർ യുദ്ധങ്ങൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സൗണ്ട് ഉണ്ട്, അപ്പുറത്ത് പണി നടക്കുകയാണ്, അതിന്റെയാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിന്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ വജ്ര ഉൽപാദകരായി ദക്ഷിണാഫ്രിക്ക മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ഈ ബൂവറുകൾ ഒന്ന് കേപ്പ് ടൗണിൽ നിന്നും അവർ പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയും എവിടെയൊക്കെയാണ്? ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും നേറ്റാലിലും റിപ്പബ്ലിക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അവിടെയും അവർക്ക് രക്ഷയില്ലായിരുന്നു. അവിടെ എന്ത് ചെയ്തു? ആ ബൂവർ റിപ്പബ്ലിക്കിന്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇപ്പൊ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഒക്കെ ഖനികൾ നമ്മുടെ ട്രാൻസ്വാളിലും ഓറഞ്ച് സിറ്റിയിലും പിന്നെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും നേറ്റാളിലും ഒക്കെ കണ്ടുപിടിച്ചത് പിന്നെയും ബ്രിട്ടീഷുകാരെ ഇരിക്കാൻ സമ്മതിക്കുമോ? അവര് പിന്നെ അത് കൈയടക്കാനാക്കി പോയി. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉൽപാദകരായി ദക്ഷിണാഫ്രിക്ക മാറി. അതോടെ എന്ത് ചെയ്തു? ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചു. ഇതാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിക്കാനുള്ള പ്രധാന കാരണം. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ബൂവറുകൾ എന്ത് ചെയ്യുന്നു? ഗ്രേറ്റ് ട്രെക്ക് വഴി അവർ എന്ത് ചെയ്യുന്നു? പലായനം ചെയ്യുന്നു. പലായനം ചെയ്തിട്ട് നേറ്റാളിലും ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും അവർ ഓരോ റിപ്പബ്ലിക്കുകൾ സ്ഥാപിക്കുന്നു. അവർ ചെല്ലുന്ന പ്രദേശത്ത് എന്തുണ്ടായിരുന്നു? സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ ഉണ്ടായിരുന്നു. അതോടെ ദക്ഷിണാഫ്രിക്ക ഈ സ്വർണ്ണ വജ്ര ഉൽപാദകരില് വൻ ശക്തിയായി മാറി. അതോടുകൂടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബൂവർ റിപ്പബ്ലിക്കുകളെ തങ്ങളുടെ കോളനികളിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇതാണ് ബൂവർ യുദ്ധങ്ങൾക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി മാറിയത്. ഇപ്പൊ ഒന്നാം ബൂവർ യുദ്ധം. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. അപ്പോൾ ഒന്നാം ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശമാണ് ഏത്? ട്രാൻസ്വാൾ. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചു. അപ്പൊ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ ബ്രിട്ടൻ കോളനികൾ സ്ഥാപിക്കുക, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടന്റെ ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രാൻസ്വാൾ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തതാണ് ഒന്നാം ബൂവർ യുദ്ധം ആരംഭിക്കാനുള്ള കാരണം. 1880-81 ഒന്നാം ബൂവർ യുദ്ധം. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ ഈ യുദ്ധത്തിൽ ആര് ജയിക്കുന്നു? ബൂവറുകൾ ജയിക്കുന്നു. അവര് ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അടുത്ത് നോക്കാനുള്ളത് രണ്ടാം ബൂവർ യുദ്ധം. സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. അപ്പൊ രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത് എന്താണ്? സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും. അപ്പൊ അവയെ ആര് നിയന്ത്രിക്കണം, ഈ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള തർക്കങ്ങളിലാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്.
ഭൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. അപ്പൊ ഭൂവരുടേതല്ലേ ഈ ഖനികളൊക്കെ, അവരുടെ റിപ്പബ്ലിക്കുകളിലാണ് ഈ ഖനികളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അവരെന്ത് ചെയ്തു, അവിടെ നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. അപ്പൊ ഖനികളിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം 1899 ആരംഭിച്ചു. അപ്പോ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിക്കുന്നത് 1899 1902 ഒന്നാം ബൂവർ യുദ്ധം 1880 81 രണ്ടാം ബൂവർ യുദ്ധം 1899 902 എന്നുകൂടെ ഒന്ന് ഓർക്കുക. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. അപ്പോൾ ആദ്യത്തെ ഒന്നാം ബൂവർ യുദ്ധത്തിൽ ബൂവർ റിപ്പബ്ലിക്കുകൾ വിജയിച്ചുവെങ്കിൽ രണ്ടാം ബൂവർ യുദ്ധം എത്തിയപ്പോഴേക്കും അവർ ബ്രിട്ടീഷ് സൈന്യത്തോട് പരാജയപ്പെട്ടു. വെരിനിഗിങ് അല്ലെങ്കിൽ നമ്മൾ വെരിനാഗ് സന്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ വെരിനിഗിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു. വെരി ഇമ്പോർട്ടന്റ്. ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ച സന്ധി ഏതാണ്? വെരിനിഗിങ് സന്ധിയാണ്. വെരിനിഗിങ് സന്ധി അനുസരിച്ചാണ് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചത്. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടെ വരുന്നുണ്ട്, ഇപ്പൊ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വയംഭരണ പ്രദേശം, അവർക്ക് സ്വയം ഭരണം ഉണ്ട്, പക്ഷെ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലാണ്. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടന അനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനന്മാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. അപ്പൊ അവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞു. നമ്മള് ബൂവറുകളല്ലേ ആഫ്രിക്കാനർ എന്നറിയപ്പെടുന്നത്, അവർക്കും ബ്രിട്ടീഷുകാർക്കും ഒക്കെ ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. അവിടെ തഴയപ്പെട്ടത് ആരാണ്? കറുത്ത വർഗക്കാരായ ആഫ്രിക്കയുടെ തദ്ദേശവാസികൾ അവിടെ തഴയപ്പെട്ടു. അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ. അപ്പൊ മഹാത്മാഗാന്ധി കുറച്ചധികം നാൾ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു, ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു ഉദ്യോഗസ്ഥൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിന്റെ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു. അയാൾ പ്രതികരിച്ചു. ഡർമാനിൽ വെച്ച് ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ തനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാകില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് എറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. പോലീസുകാരൻ വന്നു. അയാൾ കൈക്കു പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി. എന്റെ സാധനങ്ങളും പുറത്തേക്ക് എറിഞ്ഞു. വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബർത്ത് ഉണ്ടായിരുന്നു. ഡർമാനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി. നമ്മുടെ MK ഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പൊ ഈ MK ഗാന്ധി ആരാണെന്ന് കേട്ടാൽ പെട്ടെന്ന് പേടിച്ചു പോകരുത്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും വേറെ ആരോ ആണെന്ന് തോന്നും അല്ലേ, നമ്മുടെ MK ഗാന്ധി എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ MK ഗാന്ധി ആരാണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് MK ഗാന്ധി. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ അല്ലെങ്കിൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, അതിൽ പറഞ്ഞിട്ടുള്ള ചില ദക്ഷിണാഫ്രിക്കൻ അനുഭവങ്ങളാണ് നമ്മളിപ്പോ വായിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ വിവരിക്കുന്നത്. 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അപ്രഖ്യാപിത വർണ്ണവിവേചനത്തിന്റെ കാലമായിരുന്നു അത്. അപ്പൊ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, എന്നിരുന്നാൽ കൂടിയും അവിടെ ഒരു വർണ്ണവിവേചനം നിലനിൽപ്പുണ്ടായിരുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ഗാന്ധിജി ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയിൽ ഒരു പത്രത്തിൽ പറയുന്നത് ഇന്ത്യയുടെ ഒപ്പീനിയൻ ആണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചത്. ഈ പത്രത്തിൽ
കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി. എന്താണ് എഴുതിയത്? ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. അപ്പോൾ ഓർക്കുക, ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ എന്ന് ഗാന്ധിജി എഴുതിയ പത്രം അല്ലെങ്കിൽ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പുസ്തകം എന്നൊക്കെ ചോദിച്ചാൽ അത് ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഇനി ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ചോദ്യം വരാം, ഇന്ത്യൻ ഒപ്പീനിയനിലാണ് ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. രണ്ടാം ബോവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരരീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് അവിടെയായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമരമുറകളെല്ലാം തന്നെ പരീക്ഷിച്ചത് എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്ക. അപ്പൊ അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ ക്ലിയർ അല്ലേ എന്തുകൊണ്ട് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നു? എന്തുകൊണ്ട്? ഗാന്ധിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം ഇതൊക്കെ ഗാന്ധിജി ആദ്യമായിട്ട് പരീക്ഷിച്ചത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം നോക്കാം. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. അപ്പൊ ആദ്യം അധികാരത്തിലെത്തിയത് ദക്ഷിണാഫ്രിക്കൻ പാർട്ടിയാണ്. ഇത് നയിച്ചിരുന്നത് ആരാണ്? വെള്ളക്കാരാണ്. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ദക്ഷിണാഫ്രിക്കൻ പാർട്ടിയാണ്. വെള്ളക്കാരാണ് ഈ പാർട്ടി നയിക്കുന്നത്. പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ഈ പാഠത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാം നമുക്കറിയാൻ കഴിയും ഇത് എത്രത്തോളം കഠിനമായിരുന്നു എന്ന്. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞു, എന്തായിരുന്നു? നമ്മുടെ ബൂവറുകളും ബ്രിട്ടീഷുകാരും ചേർന്ന് കൊണ്ടുവന്ന ഒന്ന്. എവിടെയായിരുന്നു അത്? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. എന്താണ്? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. വെരിനാഗ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിക്കുകയും ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. ഇവിടെ വന്നത് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയാണ്. എന്താണ് ഇവിടെ വന്നത്? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. എന്തായിരുന്നു? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു അല്ലെ? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയാണ് അവിടെ രൂപീകരിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ വന്നേക്കുന്നത്? ഇവിടെ എന്താണ്? ഇവിടെ ആഫ്രിക്കൻ യൂണിയൻ ആണല്ലേ. ഇവിടെ സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ്. ഇവിടെ കോൺഗ്രസ് വരികയാണ്. സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിക്കുന്നു. സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ്. ഇത് പിൽക്കാലത്ത് എന്തായി? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയി. വിവേചനരഹിത ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുന്നതിന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരമാർഗങ്ങളും ആവിഷ്കരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ ചില അടിച്ചമർത്തൽ നയങ്ങൾ ഒന്ന് നോക്കാം. ഖനി തൊഴിൽ നിയമം അല്ലെങ്കിൽ ദ മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട്. വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്ത നിയമമാണ് ഖനി തൊഴിൽ നിയമം. അതായത് അത്യാവശ്യം കമ്പ്യൂട്ടർ പേപ്പർ വർക്കുകളൊക്കെ ആര് ചെയ്യും? വെള്ളക്കാര് ചെയ്യും. പിന്നെ കരി പുരളുന്നതും കുഴിക്കുന്നതുമായ ജോലികൾ ആര് ചെയ്യണം? കറുത്ത വർഗക്കാര് ചെയ്യണം. ഇതാണ് വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ട നിയമമാണ് ഖനി തൊഴിൽ നിയമം അല്ലെങ്കിൽ ദ മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട്. പ്രാദേശിക ഭൂനിയമം അല്ലെങ്കിൽ നേറ്റീവ്സ് ലാൻഡ് ആക്ട്. കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല.
നമ്മുടെ ഇന്ത്യയില് ചില കേന്ദ്രഭരണ പ്രദേശം, അതായത് ജമ്മു കാശ്മീർ പോലുള്ള ചില സ്ഥലങ്ങളിൽ ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് പോയി സ്ഥലം വാങ്ങാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും സഞ്ചരിച്ച് എവിടെ വേണേലും നമുക്ക് ഭൂമി വാങ്ങി താമസിക്കുവാനുള്ള അവകാശം, നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം ഇതിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയേ, കറുത്ത വർഗക്കാർ റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച ചില പ്രത്യേക ഭൂപ്രദേശങ്ങളുണ്ട്. അവിടെ നിന്ന് മാത്രമേ ഇവർക്ക് ഭൂമി വാങ്ങാൻ അവകാശമുള്ളൂ. അല്ലാതെ ഒരിടത്തു നിന്നും അവർക്ക് ഭൂമി വാങ്ങാൻ അവകാശമില്ല. ഇതാണ് പ്രാദേശിക ഭൂനിയമം. പ്രാദേശിക നഗര പ്രദേശ നിയമം. അടുത്തത് പ്രാദേശിക നഗര പ്രദേശ നിയമം. കറുത്ത വർഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. അവരുടെ സ്ഥലമാണ്, അവരുടെ രാജ്യത്ത് അവരുടെ നഗരങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നതിന് അവർക്ക് എന്ത് ഏർപ്പെടുത്തി? നിയന്ത്രണം ഏർപ്പെടുത്തി. വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം, സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്. കറുത്ത വർഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. സ്വന്തം രാജ്യത്ത് വോട്ട് ചെയ്യുവാനുള്ള അധികാരം അവർക്കില്ല. അവരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അടുത്തതാണ് നമ്മുടെ ദക്ഷിണാഫ്രിക്കൻ സമര നായകൻ വരികയാണ്, നെൽസൺ മണ്ടേല. 1918 ജൂലൈ 18. അപ്പൊ നമ്മൾ ജൂലൈ 18 മണ്ടേല ദിനമായി ആചരിക്കുന്നുണ്ട്. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കേ പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അപ്പൊ നെൽസൺ മണ്ടേല ഒരു രാജാവായിരുന്നു അല്ലെ, ഒരു രാജകുടുംബത്തിലാണ് ജനിച്ചത്. റോലി ലാഹ്ല, എന്താണ്? റോലി ലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ നമുക്ക് ഇനി ചോദിക്കാം, നെൽസൺ മണ്ടേലയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? റോലി ലാഹ്ല എന്നായിരുന്നു. മാഡിബ വംശത്തിന്റെ തലവനായിരുന്നു പിതാവായ ഗാട്ട്ല ഹെൻറി. ആരാണ്? ഗാട്ട്ല ഹെൻറി മണ്ടേല. മാതാവാരായിരുന്നു? നോസ്കെനി ഫാനി. അപ്പൊ ഇതൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും നെൽസൺ മണ്ടേലയുടെ യഥാർത്ഥ പേരായ റോലി ലാഹ്ല നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷ ബിരുദം നേടുകയും ചെയ്ത വ്യക്തിയാണ് നെൽസൺ മണ്ടേല. അപ്പൊ ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേലയാണ്. അപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധിയും ഒരു വക്കീലായിരുന്നു, അതുപോലെ നെൽസൺ മണ്ടേലയും അഭിഭാഷക ബിരുദം നേടിയ ഒരു വ്യക്തി കൂടിയാണ്. നോക്കുക, ലോങ് വാക്ക് ടു ഫ്രീഡം. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ കൂടിയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. എന്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എന്റെ ടീച്ചർ മിസ് എംഡിൻഗേൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവാണ്. എന്താ? ഇംഗ്ലീഷ് പേര് നൽകുന്നത്. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. ബ്രിട്ടീഷുകാരോടുള്ള ഒരു പക്ഷപാതം കാരണമാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തിരുന്നത്. അന്ന് മിസ് എംഡിൻഗൻ എന്നോട് പറഞ്ഞു, എന്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എന്ന് എനിക്കറിയില്ല. ആ മിസ് ഇട്ട പേരാണ് നെൽസൺ. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിനോടൊപ്പമുള്ള മണ്ടേല കൂടി ചേർത്തിട്ടാണ് നെൽസൺ മണ്ടേല എന്നാക്കിയത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരന്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും ആഫ്രിക്കന്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവന്റെ വളർച്ചയെ തളർത്തുകയും അവന്റെ കഴിവുകളെ കെടുത്തുകയും അവന്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവന്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. ഇപ്പൊ നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡത്തിലെ വാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ദക്ഷിണാഫ്രിക്കൻ ജനത അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, അവരുടെ ജീവിത അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാനാകും. മാതാപിതാക്കൾ നൽകിയ പേരിന് പകരം നെൽസൺ മണ്ടേലയ്ക്ക് ടീച്ചർ പുതിയ പേര് നൽകാൻ കാരണം എന്താ പറഞ്ഞേ? വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പക്ഷപാതിത്വം കാണിക്കുന്നത് കൊണ്ടാണ് അത്തരം ഒരു പേര് മാറ്റം അവിടെ വരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ എന്തെല്ലാം അടിച്ചമർത്തലുകളാണ് നേരിട്ടത്? കോളനിവൽക്കരണത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട നെൽസൺ മണ്ടേല തന്റെ നാടിന്റെയും ജനങ്ങളുടെയും വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു.
നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിക്കുകയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയും ചെയ്തു. അപ്പൊ നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സംഘടനയാണ് എന്ത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ്. വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. ഇവരൊക്കെ മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റ് നേതാക്കളാണ്. അതേ നോക്കുക, ഇതാണ് വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു. നല്ല പേരല്ലേ, ഡെസ്മണ്ട് ടുട്ടു. അടുത്ത് നമുക്ക് നോക്കാം വർണ്ണവിവേചനം. എന്താണ് വർണ്ണവിവേചനം അല്ലെങ്കിൽ അപ്പാർത്തൈഡ്? എന്താണ് അപ്പാർത്തൈഡ്? കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിന്റെ സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം. എന്താണ്? കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ തിരിവ്, അവരെ വംശീയമായി വേർതിരിച്ചു, സാമ്പത്തികമായി വേർതിരിച്ചു, അങ്ങനെയുള്ള വേർതിരിക്കലിന്റെ ഒരു സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. ഇത് പ്രധാനമായും ഉയർന്ന പരിഗണന വെളുത്ത വർഗക്കാർക്ക് ലഭ്യമാക്കുക എന്ന ഒരു മാർഗം കൂടിയാണ്. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. അപ്പൊ ആഫ്രിക്കയിൽ വർണ്ണവിവേചനം നിയമാനുസൃതമാക്കിയ വർഷമാണ് 1948. ഓർക്കുക, നമ്മൾക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചു. അത്തരം ഒരു സാഹചര്യത്തിൽ കൃത്യം ഒരു വർഷമൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാകുമ്പോഴാണ് ആഫ്രിക്കയിൽ എന്ത് കൊണ്ടുവരുന്നത്? വർണ്ണവിവേചനം നിയമാനുസൃതമാക്കുന്നത്. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ചില നിയമങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ നിയമങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ്. ഇങ്ങനെയൊക്കെ അവർക്ക് പെരുമാറാനും നിയമങ്ങൾ പാസ്സാക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. ഒന്ന്, പാസ് നിയമം, നേറ്റീവ് പാസ് ലോ ആക്ട്. കേട്ടോ, നേറ്റീവ് എന്താണ്? തദ്ദേശവാസികൾക്ക് പാസ് ലോ. കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീടിനകത്ത് നമുക്ക് എല്ലാവർക്കും ഓരോ റൂമുണ്ട്. അപ്പം നമ്മള് ഒരു പക്ഷേ ചേട്ടൻ അനിയൻ അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച്, അല്ലെങ്കിൽ ചേച്ചി അനിയൻ ഒരുമിച്ചൊക്കെ ആയിരിക്കും ഒരു റൂമിൽ കിടക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും നമുക്കൊരു റൂം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ അമ്മയുടെ മുറിയോ അല്ലെങ്കിൽ അനിയന്റെ റൂമിലോ നമുക്ക് കയറിക്കൂടാന്നുണ്ടോ? അല്ലെങ്കിൽ ആ അടുക്കളയിലോട്ട് നമുക്ക് പൊയ്ക്കൂടാ, അല്ലെങ്കിൽ ഹാളിലോട്ട് നമുക്ക് പൊയ്ക്കൂടാ, സിറ്റൗട്ടിലോട്ട് പൊയ്ക്കൂടാ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവേചനം നമ്മുടെ റൂമിലോ നമ്മുടെ വീട്ടിലുണ്ടോ? അങ്ങോട്ട് പോകണമെങ്കിൽ ആരുടെങ്കിലൊക്കെ അനുവാദം വാങ്ങുക, അങ്ങനെയുള്ള സംഭവം ഉണ്ടോ? അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് പാസ് വാങ്ങണം. എനിക്ക് ഈ സ്ഥലത്തുനിന്ന് എൻ്റെ അമ്മ വീട്ടിലോട്ട് പോകണമെങ്കിൽ പാസ് എടുക്കണം. അതൊന്ന് ആലോചിച്ച് നോക്കേ. കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു. അവരുടെ നാട്ടിൽ അവർക്ക് സഞ്ചരിക്കാൻ അവർക്ക് എന്ത് വേണം? പാസുകൾ വേണം. വേറെ ഏതോ രാജ്യത്ത് എന്തോ ഇന്റർനാഷണൽ ഡീൽ നടത്തും പോലെയാണ് അവർക്ക് അവരുടെ രാജ്യത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടത്തണമെങ്കിൽ വേണ്ട പ്രോസസ്സുകൾ. അടുത്തത് ഗ്രൂപ്പ് ഏരിയ നിയമം, ഗ്രൂപ്പ് ഏരിയ ആൻഡ് സെഗ്രിഗേഷൻ ആക്ട്. വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി. ഈ വ്യവസ്ഥ മഹാവർണ്ണ വിവേചനം അല്ലെങ്കിൽ ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്നറിയപ്പെട്ടു. എന്താണ്? വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. എന്തൊരു മോശമാണല്ലേ. അപ്പൊ ഇതിനെയാണ് ഗ്രേറ്റ് അപ്പാർത്തൈഡ്. ഓൾറെഡി അപ്പാർത്തൈഡ് അവിടെ ഉണ്ട്, വർണ്ണവിവേചനം ഉണ്ട്. അതിനെ കുറച്ചും കൂടി കൂടിയ രീതിയിൽ കുറച്ചുകൂടി എന്താണ് എരിവും പുളിവും ചേർത്ത് അവരതിനെ മഹാവർണ്ണ വിവേചനം അല്ലെങ്കിൽ ഗ്രേറ്റ് അപ്പാർത്തൈഡ് ആക്കി മാറ്റി. ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം അല്ലെങ്കിൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. 18 വയസ്സ് കഴിഞ്ഞവർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. പക്ഷേ അത് ഇവിടെ പോലെ നമുക്ക് വോട്ട് ചെയ്യാനല്ല. അവിടെ എന്തിനാണ്? അവരുടെ വംശം ഏതെന്നറിയാൻ. നീ ഏത് ജാതിക്കാരനാണ്, നീ ഏത് പ്രദേശത്ത് നിന്ന് വരുന്നു, നിന്റെ വംശം ഏതാണ് എന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. ബെന്റു അധികാര നിയമം അല്ലെങ്കിൽ ഹോംലാൻഡ് സിസ്റ്റം ബെന്റു അതോറിറ്റീസ് ആക്ട്. കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ കറുത്തവർ
പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരനായി മാറി. അവർക്ക് നിക്ഷിപ്തമായിട്ടുള്ള, അവർക്ക് പറഞ്ഞിട്ടുള്ള ആ പ്രദേശത്തെ ഒരു പൗരനാണ് അവർ. അല്ലാതെ അവരാരല്ല, ദക്ഷിണാഫ്രിക്കൻ പൗരനല്ല. അവർ ഏത് പ്രദേശത്ത്, ഏത് ജാതി, ഏത് വംശത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രദേശത്താണോ താമസിക്കുന്നത് ആ പ്രദേശത്തെ പൗരനാണ് അവർ. അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെട്ടു. പ്രത്യേക സൗകര്യ സംവരണ നിയമം, റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്ട്, മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ആശുപത്രി, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. എവിടെയൊക്കെയാണ്? മൈതാനങ്ങളിൽ, ബീച്ചുകളിൽ, ബസ്, ആശുപത്രി, പാർക്ക്, സ്കൂളിലൊക്കെ എങ്ങനെ പൊതു ഇടങ്ങളിലൊക്കെ സൂചനാ ഫലകങ്ങൾ. നോക്കിയാണ് നോൺ വൈറ്റ് മെയിൽസ്. അപ്പൊ നോൺ വൈറ്റ് മെയിൽസിനുള്ള ടോയ്ലറ്റോ മറ്റോ ആണ്, അതായത് കറുത്ത വർഗ്ഗക്കാർക്കുള്ളത്, വെള്ളവർഗ്ഗക്കാരല്ലാത്തത്. നോക്ക്, പ്ലേ പാർക്ക് ഫോർ യൂറോപ്യൻ ചിൽഡ്രൻ ഓൺലി, സ്പീൽ പാർക്ക്, സ്ലെഡ്ജസ്, ഇത് അവരുടെ ഭാഷയിൽ. പ്ലേ പാർക്ക് ഫോർ യൂറോപ്യൻ ചിൽഡ്രൻ ഓൺലി, യൂറോപ്യൻ ചിൽഡ്രൻസിന് മാത്രം കളിക്കാനുള്ള സ്ഥലം. നോക്ക് എന്തൊരു വൃത്തികേടാണ് അല്ലേ. ബെന്റു വിദ്യാഭ്യാസ നിയമം, അടുത്തത് ദ ബെന്റു എഡ്യൂക്കേഷൻ ആക്ട്. കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി. അപ്പൊ അവർ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം എന്താണോ അത് മാത്രം നൽകാനുള്ള, നേടാനുള്ള അവകാശം നൽകിയ നിയമമാണ് ബെന്റു വിദ്യാഭ്യാസ നിയമം. പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ചില മുന്നറിയിപ്പ് ബോർഡുകൾ നോക്കണ്ടോ. വെള്ളക്കാരിലല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം, യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം, പിന്നെ ഇതെന്താണ്, വൈറ്റ്സ് ഒള്ളി, വൈറ്റ്സ് ഒള്ളി, വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം പ്രവേശനം. ഇവിടോട്ടൊക്കെ വെളുത്ത വർഗ്ഗക്കാർ മാത്രമേ പോകാവൂ. ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇത് വെളുത്തവർക്ക് മാത്രമായിട്ടുള്ള സ്ഥലമാണ് എന്ന് കാണിക്കുന്ന ബോർഡാണ്. മുന്നറിയിപ്പ്, തദ്ദേശീയരെ സൂക്ഷിക്കുക. വളരെ നൈസ് അല്ലേ, തദ്ദേശീയരെ സൂക്ഷിക്കുക. അപ്പൊ ഈ പ്രദേശത്ത് തദ്ദേശീയരുണ്ട്, അവരെ ഈ വെള്ളക്കാരെന്ത് ചെയ്യാൻ സൂക്ഷിക്കുക, അവര് ചിലപ്പോൾ ആക്രമണത്തിന് വരാൻ ചാൻസ് ഉണ്ട്. ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം ഡർബൻ കടൽ തീരം വെളുത്ത വർഗ്ഗക്കാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന് നോക്കണേ, അവരുടെ സ്വന്തം രാജ്യത്തെ കടൽ തീരമാണ്. ആ കടൽ തീരം അവരെ കൈയടക്കി വെച്ചിരിക്കുന്ന വെളുത്ത വർഗ്ഗക്കാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സുപ്രഭാതത്തില് നമ്മുടെ വീട് വേറൊരാൾ കൈയേറിയിട്ട് ആ കിണറ്റിലെ വെള്ളം ഞാനേ കുടിക്കാവൂ, നിങ്ങൾ ആ വെള്ളം കുടിക്കരുത്, ഈ കപ്പിൽ വെള്ളം കുടിക്കരുത്, ആ പാത്രത്തിൽ ചോറ് കഴിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു തമാശയാണ് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിശയം തോന്നും. എന്ത് സില്ലി ആയിട്ടാണ് അവർ ഇത്തരം നിയമങ്ങളൊക്കെ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് അനുഭവിച്ച അവരുടെ കഷ്ടപ്പാടുകൾ എന്തെല്ലാം ആയിരുന്നിരിക്കണം. വളരെ കഷ്ടം തന്നെ അല്ലേ. കറുത്ത വർഗ്ഗക്കാർ സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രതയാണ് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ നൽകുന്നത് അല്ലെ. ഇത്തരം മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ വോട്ടവകാശമില്ലാത്തവരും ഭരണാവകാശവും വിദ്യാഭ്യാസ അവകാശവും നിഷേധിക്കപ്പെട്ടവരുമായി തീർന്നു. അപ്പൊ അവിടെ ജനിച്ചു വളർന്ന ആ മണ്ണിന്റെ അവകാശികളായിട്ടുള്ള അവർക്ക് വോട്ടവകാശമില്ല, ഭരണാവകാശമില്ല, നല്ല വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമില്ല, അവർക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല, അവരുടെ കടൽത്തീരം, അവരുടെ ടോയ്ലറ്റുകൾ ഇതൊന്നും തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്തിലേക്ക് നയിച്ചു? ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചു. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം. കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിട്ടു. ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി. അവർക്ക് നല്ല ശമ്പളം നൽകുന്നുണ്ടോ? അവർക്ക് നല്ല സൗകര്യങ്ങൾ നൽകുന്നുണ്ടോ? ഇല്ല. അപ്പൊ തദ്ദേശീയ ജനങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടിലേക്ക് പോയി. ഇപ്പൊ രാജ്യം സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ മുന്നിട്ട് നിന്നു, പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾ ദുരിതത്തിലുമായി. ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരങ്ങളായിരുന്നു. ആദ്യമൊക്കെ സമാധാനപരമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെ ഇതൊരു സമരമാണ് കണ്ടോ. വി വാണ്ട് ബെറ്റർ ഹൗസസ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, അവർക്ക് സംസാരിക്കാൻ പോലും അധികാരം ഇല്ല. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും ആഹ്വാനം അനുസരിച്ച്
ഫാക്ടറി തൊഴിലാളികൾ, ഓഫീസ് ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങളിൽ ഒത്തുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ എന്നിവ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. 1956 രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹം കുറ്റവിമുക്തനായി. ഇനി ആഫ്രിക്കൻ വർഷം. എന്താണ് ആഫ്രിക്കൻ വർഷം? ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വർഷമാണ് 1960. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പവിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും 1960 ആണ്. ഇതാണ് ദക്ഷിണാഫ്രിക്കൻ വർഷം. ദക്ഷിണാഫ്രിക്കൻ വർഷം ഏതാണ്? 1960 ആണ്. 17 ദക്ഷിണാഫ്രിക്കൻ വർഷം അല്ല, ആഫ്രിക്കൻ വർഷം. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം ലഭിച്ച വർഷമാണിത്. കൂടാതെ എന്താണ്? പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പവിൽ എന്ന സ്ഥലത്ത് നടത്തിയ സമരത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടതും ഏതിലാണ്? 1960. ഇനി ഒരു ദ്വീപ് നോക്കാം, റോബൻ ദ്വീപ്. ഇപ്പൊ നമ്മുടെ കാലാപാനി പോലെയൊക്കെ ഉള്ള ഒരു പ്രാധാന്യമുള്ള ദ്വീപാണ് റോബൻ ദ്വീപ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിനുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അപ്പൊ തീർച്ചയായും എന്താണ്? കുറ്റവാളികളെ അങ്ങോട്ട് പറഞ്ഞയക്കുക. അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നാടുകടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണിത്. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഇവിടെയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 18 വർഷക്കാലത്തോളം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞ ദ്വീപ് ഏതാണ്? റോബൻ ദ്വീപ്. ഇതാണ് റോബൻ ദ്വീപ്. വോട്ടവകാശം, വർണ്ണവിവേചനം, ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കാൻ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് എന്ന പുതിയ സമരരീതി സംഘടിക്കപ്പെട്ടു. അതാണ് വീട്ടിലിരിപ്പ്. എന്താണ് വീട്ടിലിരിപ്പ്? ജോലിക്ക് പോകൂല, അവരൊന്നിനും പങ്കെടുക്കില്ല, ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കും. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും ഈ സമരത്തിന് നേതൃത്വം നൽകി. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞുകിടന്നു. ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം. കൊള്ളാം അല്ലേ? ഫാക്ടറി തൊഴിലാളികളും ഖനിത്തൊഴിലാളികളും അവരെല്ലാവരും എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടി അവരുടെ വീട്ടിൽ കയറിയിരുന്നു. അതാണ് വീട്ടിലിരിപ്പ് സമരം. സമാധാനപരമായ സമരങ്ങൾക്ക് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. അപ്പൊ ഇങ്ങനെ വീട്ടിലിരുന്നിട്ടും സമാധാനപരമായിട്ട് നമ്മൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ സായുധ കലാപത്തിലേക്ക് പോകണം. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് മണ്ടേലയ്ക്ക് വീണ്ടും ജീവപര്യന്തം തടവ്. റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലും ഏതാണ്? പോൾസ്മൂർ ജയിൽ. റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലുമായി തുടർച്ചയായി 28 വർഷം കഠിന ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ആർക്ക്? നമ്മുടെ നെൽസൺ മണ്ടേലയ്ക്ക്. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസാക്കി. ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെന്റ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1984 തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗ്ഗക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പൊ പ്രക്ഷോഭം ഒരുപാട് അർദ്ധവർഗ്ഗക്കാർ കൊല്ലപ്പെട്ടിട്ടൊന്നും എന്ത് ചെയ്തില്ല, നിന്നില്ല. അപ്പൊ ഇതെന്ത് ചെയ്തു? വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് കാരണമായി. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന ഉപരോധം നീക്കുകയും ചെയ്തു. 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട്. SCERT വിത്ത് ഡേറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിത്ത് ഡേറ്റ് പഠിക്കുക. മെയിൻ ആയിട്ടും 10th മെയിൻസ് നോക്കുന്നവരാണ് ഇതൊക്കെ കറക്റ്റ് ഡേറ്റ് പഠിച്ചു പോകേണ്ടത്. ഡിഗ്രി ലെവലിന്റെ ഇങ്ങനെ ഇത് അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ചോദിക്കാറുണ്ട്, ചോദിക്കില്ല എന്നല്ല.
എന്നിരുന്നാലും അവർക്ക് കൂടുതൽ NCERT ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. SCERT നോക്കുന്നവർ 10th ലെവൽ നോക്കുന്നവർ ക്ലിയർ ആയിട്ട് ഇത് പഠിക്കുക. 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത്. 1991 വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെട്ടത്. എന്നാണ് 1991. 1994 നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ആഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ നെൽസൺ മണ്ടേല ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആകുന്നത് ഏത് വർഷമാണ്? 1994. 1994 നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിലാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. അപ്പൊ ഈ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് മുഴുവനും കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ സംഘർഷവും എല്ലാം വരും. ഈ 94 ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ തോന്നുന്നു. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. അപ്പൊ പ്രസിഡന്റായി സ്ഥാനമേറ്റ നെൽസൺ മണ്ടേല നടത്തിയ പ്രസംഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെന്റിനും ന്യായമായ അധികാരം ആവശ്യപ്പെടാനില്ല. അപ്പൊ ഇവിടെ എന്താണ്? ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെന്റിനും ന്യായമായ അധികാരം ആവശ്യപ്പെടാനാവില്ല എന്നാണ് നമ്മുടെ നെൽസൺ മണ്ടേല നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. 1994 സ്വതന്ത്ര ചാർട്ടറിന്റെ പ്രാരംഭ വാക്കുകളാണിത്. ഈ പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയായി നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം നെൽസൺ മണ്ടേല ഓർമ്മിപ്പിച്ചു. ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന വർത്തമാനകാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച സഹവർത്തിത്വ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം മാതൃകയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ആഫ്രിക്കയിൽ ഇപ്പോഴും വെളുത്ത വർഗ്ഗക്കാരുണ്ട് കേട്ടോ. അതായത് അവിടെ നിന്ന് പോയിട്ട് അവിടെ താമസമായിട്ട് പിന്നീട് തിരിച്ചു പോകാത്തവർ ഇപ്പോഴും ആഫ്രിക്കയിൽ തന്നെ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നെൽസൺ മണ്ടേലയെ പറ്റി പറഞ്ഞു, ആഫ്രിക്കയിലെ ഉണ്ടായിരുന്ന വർണ്ണ വിവേചനം എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്റർ 11 വർണ്ണ വിവേചനത്തിനെതിരെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിന്റെ നോട്ട് വേണമെന്നുള്ളവർ തീർച്ചയായും ഈ ക്ലാസ്സിന് താഴെ കമന്റ് ചെയ്യുക. അതിന്റെ സ്ക്രീൻഷോട്ട് ടെലഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട് കിട്ടിയിരിക്കും. ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞായിരുന്നു നോട്ട് ഇങ്ങനെ ഒന്ന് പേജ് നമ്പർ ഇട്ടിട്ട് അയക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പേജ് നമ്പർ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് അയച്ചു തരാം. അതായത് നോട്ട് ഷഫിൾ ആയി പോകുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു പേജ് വായിച്ചു തന്നിട്ട് അടുത്തത് ഏതാണെന്ന് അറിയാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ തന്നെ നോട്ട് തരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ 8ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതിലൊരു 2 ചാപ്റ്ററോ മറ്റോ കൂടിയേ ഉള്ളൂ. വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ തീർക്കുന്നതാണ്. നിങ്ങൾ ക്ലാസ് പെൻഡിങ് ഇടാതിരിക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.